മാതേടത്തേക്ക് ഗുളിക കഴിക്കാൻ ഇത്തിരി ജീരവെള്ളം കൊണ്ട കൊടുക്ക. കൊച്ചമ്മണി, ഞാനത് മറന്നുപോയി. പട്ടുകിടക്ക് വിരിക്കുമ്പോൾ അമ്മായി കാണണ്ട. കൊച്ചമ്മണി, ഞാൻ പോട്ടെ. പോകരുത്. രാത്രി എന്റെ അടുത്ത് വരണം. കേസൗട്ടാ, സ്വപ്നത്തിൽ. ഞാൻ പോവാ. எனகவுத்ரி ஹனுமாங்கையில் எனகவுத்ரி ஹனுமாங்கையில் எனகபுத்ரி ஹனுമാങ്കയിൽ. മുത്തച്ഛി, അയ്യോ എന്റെ മിനിക്കുട്ടിയല്ലേണ്ടത്. ഞാൻ ആട്ടുകുട്ടിയാന്നല്ലോ വിചാരിച്ചത്. ഇതെന്താ മുത്തശ്ശിയുടെ കട്ടില? അതെ, ഇല്ലത്തുനിന്ന് കുഞ്ഞാത്തോൾ ഒരു പിടി അരി തന്നു. വലിയ കുഞ്ഞാത്തോൾ ഒരു മുണ്ടും തന്നു. ഇതെന്താ മുത്തശ്ശി? അതെ, 2 കാറോലപ്പാണ്. വേട്ടെ കണ്ട പാട്ടായിരുന്നു കൊള്ളത്തിൽ. ഇത് കുട്ടി തിന്നത് ഒന്നും മുത്തച്ഛക്ക് തിന്നാ വയ്യ മോളെ. മിനി, എന്താ മുത്തച്ഛി ഈ വഴിക്കൊന്നും വരുന്നേ ഇല്ലല്ലോ? മുത്തച്ഛക്ക് കൊണ്ടത്തെ പോലെ ഒന്ന് നടക്കാൻ വയ്യ മോളെ. ഇല്ലത്ത് ഉണ്ണിയുടെ പിറന്നാളാണ്, അതിനൊന്ന് പോണം. പണ്ടത്തെ മാതിരി നടക്കാനൊന്നും വയ്യ മോളെ. മുത്താച്ചിക്കൊരു വീടില്ലേ? മകനിപ്പോ പാട്ടുമാഷായിരിക്കയല്ലേ? നാട് മുഴുവൻ ചുറ്റാതെ വീട്ടിലിരുന്നൂടെ? അമ്മക്കുട്ടി സമ്മന്തക്കാരുടെ കൂടെ പാർക്കാൻ പോകുമ്പോ മുത്താശി വിടണേ. 10 ദിവസം ആലശീലില്ലാതെ ഇരിക്കാലോ. തുടങ്ങി മുത്താച്ചി ഓരോന്ന് പറയാം. അമ്മാവന്റെ മോനെ സമ്മന്തം ചെയ്യാനും വിഷ്ടാലിനെ വിത്തിടാനും ആരോടും ചോദിക്കേണ്ടെന്നാ പ്രമാണം. മുത്താച്ചിയുടെ പ്രമാണം കേട്ടു നിന്നാലേ വാ മിനി. തിരുവാതിരയ്ക്ക് വരണം മുത്താച്ചി. കളി പൊടി പൊടിക്കണം. ഗണപതേ മാം പലയാമാം. ദേവന്മാരെ രക്ഷിക്കണേ. എന്താണ്? ആരാണ്? എന്താ എന്താ ഉണ്ടായേ? എന്താടി? എന്താ പെണ്ണെ, എന്ത് പറ്റി? പാമ്പ്. എവിടെ? കടിച്ചോ? അല്ല, കടിച്ചില്ല. കണ്ടു. എവിടെന്നേ വന്ന്? ഇവിടുന്ന്. ചെറുതാണോ? ചെറുത്. ഈ ടോർച്ചൊന്ന് പിടിക്കൂ, ഞാൻ വടി കൊണ്ടുവരും. ആരും നോക്കണ്ട, കാണില്ല. അത് സാധാരണ പാമ്പല്ല, കാവിലെ പാമ്പാ. പാലും പൊടിയും കൊടുത്തിട്ട് 4-5 കൊല്ലായി. എല്ലാ തെറ്റും പൊറുക്കണേ ദേവന്മാരേ. പാമ്പ് ഭയങ്കരനാണല്ലേ? ഇരുട്ടത്ത് പെൺകുട്ടികളെ പേടിപ്പെടുത്തുകയാണല്ലേ പണി പാമ്പുകൾക്ക്. സൂക്ഷിച്ചോണം. എന്താ? അല്ല, പാമ്പ് സൂക്ഷിച്ചുള്ളട്ടെ എന്ന്. ആണുങ്ങൾ ചിലപ്പോ പടം തല്ലി ചതച്ചേക്കും. ലക്ഷ്മിക്കുട്ടിയെ, ഓട്ടുപാത്രത്തില് അരിയും പൂവും ഒഴിഞ്ഞു വെക്കുക. എന്തുണ്ടായി? ഒന്നുമില്ല, നാളെ തന്നെ ആ കുള്ളവൻ രാമനെ വരുത്തണം. കത്തി നിന്നിരുന്ന ഒരു തറവാടായത്. ഇതിങ്ങനെ പങ്കുവെക്കേണ്ടി വരാന്ന് വെച്ചാ ഞങ്ങളാ ചിലർക്ക് സങ്കടമുള്ള ഒരു കാര്യ. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം എങ്ങനെ വെച്ചാ ഒക്കെ പങ്കുവെച്ചോളി. എനിക്ക് 2 ഓഹരി കിട്ടണം. കാരണവർക്ക് 2 ഓഹരി സ്വത്ത് പണ്ടത്തെ കാലം. അതിപ്പോ നടത്തില്ല. ഞാൻ സമ്മതിക്കില്ല. അധികാരി കേൾക്കാനാണ് ഞാൻ പറയുന്നത്. അധികാരി കേൾക്കാനാണ് ഞാൻ പറയണേ. ആർക്കും വേണ്ടാതെ കിടന്ന സ്ഥലം നികത്തിയെടുത്ത് തെങ്ങും തോട്ടാക്കിയത് ഞാനാ. തറവാട്ട് സ്വത്തിൽ ആദായം എടുത്ത് വസ്തു വാങ്ങി സ്വകാര്യ സ്വത്താക്കിയാൽ
ഞങ്ങൾക്ക് കുറച്ച് ചേതുണ്ട്. കുട്ടികളാരാ അവിടെ? മാധവിയോടൊന്ന് വരാൻ പറ. കാര്യം നിങ്ങളും അറിയണമല്ലോ. എന്താ നിങ്ങളുടെ അഭിപ്രായം? എനിക്കും എന്റെ കുട്ടികൾക്കും വലിയേട്ടനല്ലാതെ വേറൊരു ആശ്രയമില്ല. കുട്ടികളുടെ അച്ഛൻ മരിച്ചു ഞങ്ങളിവിടെ വന്നതിന് ശേഷം വലിയേട്ടൻ തന്നെയല്ലേ അവരെ വളർത്തിയതും കാര്യങ്ങൾ നോക്കിയതും. എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. എല്ലാ ഭാരവും ചുമന്ന് എനിക്ക് മതിയായി. എനിക്ക് നീ വയസ്സുകാലത്ത് ഇത്തിരി സ്വൈരായിട്ടിരിക്കണം. ഞങ്ങൾ എവിടെ പോകാനാണ്? ഇന്ന് ഇവൻ എന്റെ മുഖത്ത് നോക്കി ഭാഗം ചോദിച്ചു. നാളെ നിങ്ങളും. എല്ലാം തനി. ഞങ്ങൾക്ക് പിന്നെ ആരാണുള്ളത്? നിന്നെയും കുട്ടികളെയും ഞാൻ നോക്കും. നിങ്ങളുടെ മുതലേ എന്റെ ഭാഗത്തിൽ നടത്തിക്കൊള്ളു. അല്ല, നിങ്ങൾക്കൊക്കെ പൂർണ്ണ സമ്മതമുണ്ടെങ്കിൽ മതി. നീയാ നിശ്ചയിക്കേണ്ടത്. ബാലനും അനിയനും മുതിർന്ന ആൺകുട്ടികളാണ്. അവരോട് ആലോചിച്ച് നിശ്ചയിക്കുക. വലിയേട്ടൻ നിശ്ചയിക്കുന്നതൊക്കെ എനിക്ക് എന്റെ കുട്ടികൾക്കും സമ്മതാണ്. അമ്മേ, കൊച്ചമ്മണി, കൊച്ചമ്മണി, നീ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? സാധനങ്ങൾ അടുക്കി വെക്കേ. ബാല, ബാല, നീ എന്തമ്മായി? ആരോട് പറയാനും എന്ത് പറയാനും? കരയാതിരിക്കും ആരെടുത്തി. നിങ്ങളിങ്ങനെ കരയാൻ തുടങ്ങിയ കുട്ടികളുടെ സ്ഥിതി എന്താണ്? ഇതൊക്കെ അനുഭവിക്കാൻ എന്ത് സുഖദക്ഷയാണ് ഞാൻ ചെയ്തത്. വ്യസനിക്കാതിരിക്കും ആരെടുത്തി. മുതൽ പങ്കിട്ടുവെങ്കിലും സ്നേഹം പങ്കിട ആരെ കൊണ്ടാവില്ല. ഏട്ടന്റെ അമ്മ പോവാണ് മോളെ. ബാലേട്ടന് അമ്മ ചേച്ചൊക്കെ പോവാണ്. കുന്നിന്റെ ചെരുവില ചെറിയ വീടില്ലേ, അതിലേക്ക് താമസം മാറ്റാണ്. അല്ലാതെ എങ്ങും പോണില്ല മോളെ. ഇവിടെ സ്ഥാപിച്ചാൽ എന്താ? മുത്തശ്ശൻ ചീത്ത പറഞ്ഞിട്ടാ? കിഴക്കേ മുറിയിലെ ടൈം പീസ് ആരുടെ അമ്മേ? യാത്ര പറയുന്നില്ല. വേണ്ട, പോകുന്നവരെ യാത്ര പറയാറുള്ളൂ. ഇവിടെ ആരും പോകുന്നില്ലല്ലോ. ഭാഗം കഴിഞ്ഞു എന്ന് വെച്ച് ഉടനെ സ്ഥലം വിടണോ? ഭാഗപത്രത്തിൽ ഒപ്പിട്ട നിമിഷം മുതൽ ഈ വീട് ഞങ്ങളുടേതല്ലാതായി. നിങ്ങൾ ആരും വലിയമ്മാവനടക്കം തടസ്സം പറഞ്ഞിട്ടല്ല. എങ്കിലും ഇതൊരിക്കൽ വേണ്ടിവരും. അപ്പോ പിന്നെ ഇപ്പൊ തന്നെ ആയാലെന്താ? ആകപ്പാടെ മനസ്സിന് വിഷമം തോന്നുന്നു. എനിക്കും. ആധാരത്തിൽ ഒപ്പുവെച്ചപ്പോഴും അതിർത്തികൾ തിരിച്ചപ്പോഴും വ്യസനം തോന്നി. പക്ഷേ ഇവിടെ നിറങ്ങുന്ന സമയം അടുക്കും തോറും മനസ്സിൽ എന്തൊക്കെയോ തോന്നുന്നു. തകർച്ചകൾ തുടങ്ങുകയാണെന്നൊരു ഭയം. പുതിയ വീട്ടിലേക്ക് പോകുന്നതല്ലേ, രാഹുകാലത്തിനു മുമ്പേ ഇറങ്ങണമെന്നാണ് അമ്മ പറയുന്നത്. ബാലേട്ടനെ ചീത്ത പറഞ്ഞ? ഇല്ലല്ലോ മോളെ. പിന്നെന്താ ബാലേട്ടനും വല്യമ്മക്ക് പോണ? അത് വരൂ, മുത്തച്ഛൻ പറയട്ടെ. മുത്തച്ഛൻ പറഞ്ഞിട്ട് തന്നെയാണ്, അതുകൊണ്ടാണ് ഏട്ടനമ്മ കരയണം. ഇല്ല മോളെ, വരൂ.
വരില്ല, മുത്തച്ഛനോട് മുണ്ടില്ല. ഞങ്ങള് ഇറങ്ങാണ്. എനിക്ക് നിങ്ങളോട് യാതൊരു അപ്രിയമില്ല. അധ്വാനിച്ചാൽ കഴിഞ്ഞുകൂടാനുള്ളത് നിങ്ങൾക്കുണ്ട്. മുതിർന്ന 2 ആൺകുട്ടിയോടില്ലേ, നോക്കി നടത്തട്ടെ. ആധാരം ഊരാടം ചീത്ത നാളാ. അത് തുടങ്ങണേന്റെ മുമ്പേ ഇറങ്ങിക്കൊള്ളി. ഇനി നാളെ നിന്റെ ശരീരം ഞാൻ ചെരുപ്പിട്ട് തന്നില്ല. അയ്യോ, ഇത് കുറച്ച് പാട് വിട്ടാലേ ഉണ്ടാവൂ. നീ എന്റെ ശരീരം നോക്ക്. അപ്പോ ഇതുപോലെയുള്ള മസിൽസ് എനിക്ക് വരുമോ ശങ്കു? ശങ്കു ആശാന്തി വേണോ? ഇത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ മസിൽസ് ആണ്, ചുമ്മാ കയറി വന്നല്ല. തനിക്കല്ലേ ആശാനെ? 10-20 കൊല്ലം 7 വെളുപ്പിന് കഴിച്ചെന്ന് പ്രാക്ടീസ് ചെയ്താണ്. ഇപ്പൊ മല എടുത്ത് മുടി വെച്ചാലാണെങ്കില പാട്ടുമാഷെ കാണണം ഞങ്ങൾ കുറച്ചു ദിവസമായിട്ട് വിചാരിക്കുകയായിരുന്നു. കാര്യം എന്താ? ഞങ്ങൾ കുറെ പാട്ട് പഠിക്കണം. അടുത്ത തിരുവാതിരയ്ക്ക് ഞങ്ങളുടെ പരിപാടി വേണമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. അതിന് ശാരീരം വേണം, ശാരീരം. എന്റെ ശരീരത്തിന്റെ കാര്യമുണ്ടല്ലോ, അത് ശങ്കുവാശാൻ ഏറ്റു. ഇക്കണക്കിന് പോവാമെങ്കിൽ ഞാൻ ഏറ്റു. ഇടോ, തടിയല്ല, ശാരീരം, കണ്ഠശുദ്ധി. ഇടോ, MD വാസവൻ നായരെ കേട്ടിട്ടുണ്ടോ? അയാൾ എന്റെ ശിഷ്യനാണ്. കോഴിക്കോട്, പാലക്കാട്, തലശ്ശേരി, കണ്ണൂര്, തൃശ്ശൂര്, അടൂര്, ഏറ്റുമാനൂര്, മദ്രാസ്, കോയമ്പത്തൂർ, ഇവിടെ എത്ര കച്ചിര നടത്തിരിക്കുന്ന അറിയാവോ ഈ അപ്പുക്കുട്ടൻ നായർ. നിങ്ങളുടെ കാര്യം ഞാൻ ആലോചിക്കാം. ആട്ടെ, ഒരു പല്ലവി പാട്, കണ്ഠശുദ്ധി എങ്ങനെ ഇരിക്കുന്നു അറിയട്ടെ. തൊണ്ടൊന്ന് ശരിയാക്കണ ശനി. ഒരു പല്ലവി ആകട്ടെ. നെഞ്ചകം കടലാകും നീലാകും പോലും വയൽ വാഴ്വിലിനേത് മനോഹരമായൊരു നാള്, ഓ മധുര മനോഹരമായൊരു നാള്. ഭാവിയുണ്ട്. ഇനി ഗുരുമുഖത്തൊന്നും കൂടെ വല്ലതും കിട്ടിയാ മതി. ഞാനേ ആ കുഞ്ഞുഷ്മേനൻ അദ്ദേഹത്തിന്റെ പഠിപ്പിലല്ല താമസം. ആ ഗുരുദക്ഷിണയായിട്ട് അങ്ങോട്ട് വന്നാൽ വല്ലതും പറഞ്ഞു തരികയും ഞാൻ അവിടുത്തെ മിനിക്കുട്ടിയെ